അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖിയാമത്ത് നാളിൽ സൂര്യൻ ഒരു ചാണ് മുകളിലിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തണൽ അല്ലാതെ വേറെ ഒരു തണലും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, ഇവിടത്തെ ചൂടിനേക്കാൾ 69 ഇരട്ടി, അതായത് 70 ഇരട്ടി കൂടുതലാണ് ആഖിറത്തിൻ്റെ ചൂട്. അതിൽ ഏതു കൂട്ടർ ആൾക്കാർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നത്? അതിൽ ഒന്നാമത്തത് ആദിൽ ഹുക്മറാൻ, നീതിമാനായ ഭരണാധികാരി. പണക്കാരൻ, പാവപ്പെട്ടവൻ, കറുത്തവൻ, വെളുത്തവൻ എന്ന് വിവേചനം കാണിക്കാതെ എല്ലാവർക്കും ഒരുപോലെ ന്യായം കൊടുക്കുന്നവർ. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ദീനിൽ ആരാധനയിൽ വളർന്ന ബാല്യക്കാരൻ. ഇത് കഷ്ടമുള്ളതാണ്. വാർദ്ധക്യത്തിൽ സിംഹം പോലും വേട്ടയാടുന്നത് നിർത്തുന്നു, എന്ത് കിട്ടിയാലും അത് തിന്നുന്നു. അതുപോലെ വൃദ്ധാപ്യം സമീപിച്ചാൽ എല്ലാവരും ഇബാദത്ത് ചെയ്യുന്നു. യൗവനത്തിൽ ചെയ്യുന്നതാണ് കഷ്ടത്തിൻ്റെ ജോലി. താടി വെച്ചാൽ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഹിജാബ് ധരിച്ചാൽ നല്ല സംബന്ധം ലഭിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നവർ. മൂന്നാമത്തേത് അങ്ങനത്തെ ഒരാൾ ആരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അടുത്തിട്ടാണ് ഉള്ളത്. ഒരാൾ പള്ളിയിലേക്ക് പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് എടുത്തതുപോലെ വീണ്ടും വെള്ളത്തിൽ ഇടണം, അതുപോലെ തോന്നുന്നവർ. നാലാമത്തേത് ഒറ്റക്കിരുന്നു അള്ളാഹുവിനെ ഓർത്തു കരയുന്നവൻ. അള്ളാഹുവിൻ്റെ ഖൗഫ്, മുഹബ്ബത്ത് കൊണ്ട് ആൾക്കാരെ മുമ്പിലല്ല. ഇനിയിപ്പോൾ പറയുന്നു, കരച്ചൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നടിക്കണം. അത് ചെയ്യേണ്ടത് ആൾക്കാരുടെ മുമ്പിലല്ല, ഒറ്റക്കിരിക്കുമ്പോഴാണ്. അഞ്ചാമത്തവൻ ഒരു സ്ത്രീ തെറ്റിലേക്ക് വിളിക്കുമ്പോൾ ഇന്നി അഹാഫുല്ല, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്, ഇത് ഞാൻ ചെയ്യൂല എന്ന് പറയുന്നവൻ. ആറാമത്തവൻ അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് കൊണ്ട് ഒന്നാവുന്നു, അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് കൊണ്ട് തന്നെ വേറെയാവുന്നു. ഒരാൾ അള്ളാഹുവിനിക്ക് വേണ്ടി ഒരാളെ കിട്ടാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നു ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന ആളെ കണ്ടുമുട്ടാനാണ് പോകുന്നത്. അപ്പോൾ മലക്ക് ചോദിച്ചു, എന്തിന്? നിങ്ങളുടെ സംബന്ധക്കാരനാണോ? അല്ല എന്ന് പറഞ്ഞു. സുഹൃത്തോ? അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനു? അള്ളാഹുവിനിക്ക് വേണ്ടി. അള്ളാഹുവിനിക്ക് വേണ്ടി ഞാൻ മുഹബ്ബത്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മലക്ക് പറയുന്നു, എന്നെ അള്ളാഹു അയച്ചതാണ് സന്തോഷ വാർത്ത നൽകാൻ. അള്ളാഹുവിനിക്കും നിന്നോട് ഇഷ്ടമാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടം ചെറിയ വിഷയമാണ്, പക്ഷേ അള്ളാഹുവിനിക്ക് ഞങ്ങളോട് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ അവൻ്റെ കയ്യിലാണ് പതാക ഇരിക്കുന്നത്. ആർ അള്ളാഹുവിനെ പിന്നെ അവൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുവോ, പിന്നെ അള്ളാഹും റസൂലും അവനെ ഇഷ്ടപ്പെടുന്നുവോ? ഇനി ഏതാമത്തവൻ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സദഖ ചെയ്തവൻ. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണെങ്കിലും ശരി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.